ഹായ്, വെൽക്കം ടു RTR. നമ്മൾ കോതമംഗലത്ത് നിന്ന് പൂയംകുട്ടി മാമലക്കണ്ടം എന്ന ഒരു സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നക്ഷത്രവനം എന്ന് പറഞ്ഞൊരു വനമാണ് കാണുന്നത്. കോതമംഗലം റേഞ്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് തേക്കിൻ പ്ലാന്റേഷനാണ് ഇത് കംപ്ലീറ്റ്. ഇപ്പോൾ വേനലായതുകൊണ്ട് ഭയങ്കര ഉണങ്ങിയാണ് മരങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു 10-12 കിലോമീറ്റർ ദൂരമുണ്ട് ഇനി പൂയംകുട്ടിലേക്ക്. അവിടെ നിന്ന് മാമലക്കണ്ടം വഴി നേരെ നേര്യമംഗലത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പോകുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ കഥകളെല്ലാം നമുക്ക് കേൾക്കുകയും ചെയ്യാം. പൂയംകുട്ടി ഒരു ഫോറസ്റ്റ് റേഞ്ചാണ്. താഴേക്ക് ഇറങ്ങിയ ഒരു കുട്ടമ്പുഴ പൂയംകുട്ടി ഒരു ചാലുണ്ട്, വെള്ളം പോകുന്ന അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇവിടെ നല്ല ആനയുടെ ചോരുണ്ട്, അവിടെ കാണാൻ പറ്റും. വിശ്വാസത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒറ്റയാൻ കറങ്ങി കിടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇവിടെ വെള്ളം പോകുന്നൊരു സ്ഥലമുണ്ട്, ഇവിടെ അപ്പുറമാണ് അക്കരെയാണ് ആ ഒറ്റയാനുള്ളത്. ചിലപ്പോൾ കാണാൻ പറ്റിയാൽ നോക്കാം. ഈ കാണുന്നത് നമ്മുടെ പൂയംകുട്ടി കുട്ടമ്പുഴ അങ്ങനെ പോകുന്നൊരു വെള്ളത്തിലാണ്. ശരിക്കും മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും. ഇതിൻ്റെ അപ്പുറമാണ് ഞാൻ പറഞ്ഞ ആനയുണ്ടെന്ന് പറഞ്ഞു. അതൊരു ഒറ്റയാനാണ്. ഏത് നിമിഷവും നമുക്ക് ആനയെ പ്രതീക്ഷിക്കാം. വളരെ പേടി ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരിക്കും മഴക്കാലത്തൊക്കെ ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. അപ്പോൾ മഴ നല്ലൊരു വെയിലായിട്ടുള്ള വെള്ളമൊക്കെ വറ്റി കിടക്കുകയും 10-15 വർഷം മുമ്പ് ഞാനിവിടെ പൂയംകുട്ടിയിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്നു. 3-4 പേരുണ്ടായിരുന്നു. അന്ന് ബൈക്കിനാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഇതിലും ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അന്ന് ഞങ്ങൾ പൂയംകുട്ടി വന്നു. കുട്ടമ്പുഴ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ആ ഭാഗത്തൊക്കെ ഞങ്ങൾ നടന്ന പോയി. ഒരു ആദിവാസി ഡ്രൈവറിനെ നമ്മൾ അവരായിട്ടാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ സ്ട്രിക്റ്റാണ്. ഇവിടെ DFOയുടെ പ്രത്യേകം അത് മേടിച്ച് മാത്രം നമുക്ക് അവിടെ കളക്ട് ചെയ്യും. പിന്നെ ഫോറസ്റ്റ് ജീപ്പ് നടന്ന് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചർ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആന വെള്ളമുണ്ട്. ഞങ്ങൾ സൂക്ഷിച്ചിറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. പകൽ വരെയും ആനയുണ്ട്. അന്ന് വരുമ്പോൾ തന്നെ കുറേ ആനകളുണ്ടായിരുന്നു. ഇവിടെ ഒരു പിടിയോ ഒരു ഒറ്റയാനുണ്ട്. ഒറ്റയാൻ ഇത്തിരി ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അത് ഏത് സമയത്തും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞു. പൂയംകുട്ടിയിലെ മണികണ്ഠൻ ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ചപ്പാത്താണിത്. ഇവിടെ നമുക്ക് എന്താ പറയുന്ന ഫ്ലഡൊക്കെ വന്നപ്പോൾ ഈ ചാല് കംപ്ലീറ്റ് ചപ്പാത്ത് തന്നെ പറഞ്ഞത്. ഈ ചപ്പാത്ത് ഫുള്ളും വെള്ളമാണ്. ഇത് ഓവർഫ്ലോ വെള്ളം. ഇവിടെ ഓവർഫ്ലോ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അക്കരയിലേക്ക്, അക്കരയെന്ന് പറഞ്ഞാൽ മറുകരയിലേക്ക് പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല. അവിടെ ട്രൈബൽ ഏരിയ ആണ്. ട്രൈബൽ ഏരിയയിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാണ് മണികണ്ഠൻ ചാൽ ഒരു ഭാഗം. പൂയംകുട്ടി ചപ്പാത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ട്രൈബൽ കോളനിക്ക് നമ്മൾ പോയി. ഇത് നമ്മൾ പൂയംകുട്ടിയിൽ നിന്ന് മാമലക്കണ്ടം വഴി നേരെ മൂന്നാർ റോഡിൽ അവിടെ ഒരു എന്താ
അങ്ങോട്ട് പോകുന്ന ഒരു ഡാം ഒരു ചെറിയ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വേനൽക്കാലമായപ്പോൾ ഇവിടെയൊക്കെ ഭാരതപ്പുഴ പോലെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. പൂമുണ്ടൊക്കെ ചുറ്റും നല്ല ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയുള്ളൂ. നല്ലൊരു ഫോറസ്റ്റാണ്, നല്ലൊരു കൂളായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ്, തിക്കായിട്ടുള്ള നല്ല ഗ്രീനറി ഉദ്ദേശിച്ചാണ് ഇന്ന് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു പാലം ഒരു അപകട അവസ്ഥയിലായതുകൊണ്ട് ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. പക്ഷേ വലിയ വാഹനങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത്. നമുക്ക് ചെറിയ വാഹനങ്ങൾ പോവാം. എന്നാലും ഇവിടെ ലെഫ്റ്റിലേക്ക് ഒരു ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ആ റോഡ് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ആ റോഡ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാവുമോ അറിയില്ല. ഈ റോഡ് എന്തായാലും നോക്കാം. റോഡ് ചോദിച്ചിട്ട് നമുക്ക് ഈ യാത്ര ചെയ്യാം. കറക്റ്റ് അടിമാലി ടൗണിലാണ്. അപ്പോൾ അവിടെ ചെന്ന ഫോറസ്റ്റ് ആണ്. പിന്നെ കയറ്റി വിടത്തില്ല. ഈ റോഡ് തന്നെ പോകണം അല്ലേ? ആ വളരെ വെള്ളച്ചാട്ടത്തിൽ നേരെ ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ടില്ല വരുന്നത്. ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അപ്പുറത്തല്ലേ വലിയ ഇരുമ്പ് അല്ല അവിടെ ചെന്ന് ഇതിലെങ്ങനെ ആന ഇതൊക്കെ ഉണ്ടാവും. റോഡ് ഇതുപോലെ തന്നെയാണോ? മറ്റേ റോഡ് ഇങ്ങനെ തന്നെ സ്ട്രൈറ്റ്. നമുക്ക് നേര്യമംഗലം മൂന്നാർ റൂട്ടിൽ കയറണം. ആന അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും? ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റോഡ് എങ്ങനെ ഇതേപോലെ തന്നെയാണ് റോഡ് കംപ്ലീറ്റ്? എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? 20 കിലോമീറ്റർ. 22 കിലോമീറ്റർ. 22 കിലോമീറ്റർ ഈ റോഡ് തന്നെ എങ്ങനെ തന്നെ പോകും? 15 കിലോമീറ്റർ ഈ ഒരു സിംഗിൾ റോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ റോഡിന് നല്ല വലിപ്പം. പിന്നെ ഫോറസ്റ്റ് എന്തോരം ഉണ്ടാവും? ഏകദേശം 5 കിലോമീറ്റർ ഫോറസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ എങ്ങനെ ആനയൊക്കെ ഇറങ്ങാറുള്ളൂ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആനശല്യമൊക്കെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ് അതൊക്കെ? ഓക്കെ. എന്താ പേരെന്താ? മാമലക്കടന്ന് വന്നപ്പോൾ ട്രൈബൽ ഏരിയ കണ്ടല്ലോ. ട്രൈബൽ ഏരിയയിൽ നിന്ന് ആ ഫോറസ്റ്റ് കൂടി ഇങ്ങനെ കയറി വരുന്ന വഴിക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ആ വ്യൂ പോയിന്റിലൊന്ന് നിർത്തി നോക്കിയതാണ്. പക്ഷേ ഭയങ്കര വെയിലാണ് ഈ സമയം. ഞങ്ങളിപ്പോൾ കറക്റ്റ് 3:30 കഴിഞ്ഞു. നല്ല വെയിലാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഇതാണ്.
ഉണ്ടാക്കിയാണ് ഒരു ഏർമാടോടത്. ഞങ്ങൾ അതിനകത്ത് കയറാൻ നോക്കി, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് കയറാനുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് ഒന്നും അതിനകത്തില്ല. ഒരു മുള കൊണ്ടുള്ളൊരു ഇത് വെച്ചാണ് അവർ കയറുന്നത്. അതൊക്കെ അതിന് കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അതിൻ്റെ താഴെ നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഞാൻ 1.5 വർഷമായിട്ട് ഈ വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്. കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ്സും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഹൈ റേഞ്ച് മേഖലയാണ്. ഹൈ റേഞ്ചിലാണ് ബൈക്ക് കയറുന്നത്. നേരത്തെ കണ്ട ഫോറസ്റ്റിനെക്കാട്ടിയും ഭയങ്കര വ്യത്യസ്തമായ വേറൊരു ഫോറസ്റ്റാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇത്തിരി ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഇത് ഇത്തിരി ഗ്രീനറി ആയിട്ടുള്ളതാണ്. എനിക്കൊണ്ട് ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടോ എന്ന് ഡൗട്ട്, അത്രയും ഗ്രീനറി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെയല്ല ആനേനെ കാണാൻ കൂടുതൽ സാഹചര്യം ഉള്ള ഒരു ഏരിയയാണ്.